അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ ഷമീർ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിനകത്തുണ്ടെങ്കിൽ മെയിനായിട്ട് സംസാരിക്കുന്നത് ഒന്ന് അനാൻഷയുടെ കാര്യം, അതോടെ തന്നെ സായി, അതോടെ തന്നെ എൻ്റെ കാസ്കറ്റ് എന്ന് പറഞ്ഞ ആളുടെയൊക്കെ കാര്യങ്ങളാണ് കുറച്ചധികം സംസാരിക്കുന്നത്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ സായിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. സായി ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഇതിനെല്ലാം തുടക്കമെന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ കേസ് തൊട്ടാണ്. തൊപ്പിയുടെ സമയത്തുണ്ടെങ്കിൽ ഇതണക്ക് തൊപ്പിയുടെ അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന സമയത്ത് തന്നെ അനാൻഷയുടെ പേര് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ അനാൻഷയുടെ കൂട്ടുകാരൻ്റെ ഭാര്യ എന്തോ അനാവശ്യമായിട്ട് തൊപ്പി എന്തോ പറഞ്ഞെന്നുള്ള രീതിയിലൊക്കെ തുടങ്ങി ഓരോരോ കേസാണ് ഇപ്പോൾ ഇവിടം വരെ വന്ന് നിൽക്കുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അനാൻഷ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തൊപ്പി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ മോശമുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ഇനിയുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ഒരു ബന്ധമില്ലെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് ഷമീറിനെ സപ്പോർട്ട് ചെയ്തൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൊപ്പി ഉണ്ടെങ്കിൽ പല വീഡിയോസും ഷമീറിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ വീഡിയോസൊക്കെ ഇട്ട് അത് ഭയങ്കര വൈറലായിട്ട് പോയി. ഷമീറിനും അതോടെ തന്നെ മമ്മൂനും ഒക്കെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷമീറും മമ്മും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കള്ളമാണ്, അവൻ കള്ളമാണ് പറയുന്നത്, ഞങ്ങളൊന്നും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവനാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, അതിനുള്ള തെളിവുകളെല്ലാം ഞങ്ങൾ കൈയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല, അത് വരുത്തി തീർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടൊരു വെല്ലുവിളിയായിരുന്നു അവൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഞാനുണ്ടെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ലെന്ന് ഞാനുണ്ടെങ്കിൽ തെളിയിച്ച് കാണിച്ചു തരാം, ഞാനുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയി ടെസ്റ്റൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഭയങ്കരമായിട്ട് സംസാരമായിട്ട് പോയിക്കൊണ്ടേയിരുന്നത്. തൊപ്പിക്കെതിരെ ആ സമയത്ത് കേസൊക്കെ എടുക്കാമെന്നുള്ളൊരു തീരുമാനം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം പിന്നെ വന്നിട്ടുണ്ട് ഇതാണെങ്കിൽ ഷമീർ ടെസ്റ്റ് റിസൾട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ, ഞാനുണ്ടെങ്കിൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, അതിനുണ്ടെങ്കിൽ റിസൾട്ട് വന്നിട്ടുണ്ട്, ഞാനുണ്ടെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കത്തില്ലെന്നുള്ളത് ടെസ്റ്റിൽ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പം എങ്ങനെയുണ്ട്, ഞാനുണ്ടെങ്കിൽ തൊപ്പിയെ പോലൊന്നും അല്ല, ഇത് കണക്ക് എന്തെങ്കിലും കേസ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞ ഉടനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഓടിപ്പോകാനൊന്നും, ഞാനുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ എതിർക്കും എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഷമീർ ആ വീഡിയോ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഷമീറിന് ഒരു കുഴപ്പമില്ല, അവൻ നല്ലവനാന്നുള്ള രീതിയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ സായി ഉണ്ടെങ്കിൽ ഇതിലോട്ട് എൻ്റർ ആവുന്നത്. സായി ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് റിസൾട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ഒരു നമ്പർ കാണിക്കുന്നുണ്ട്, അതെടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കണക്ക് സൈറ്റിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും ഈ ടെസ്റ്റ് റിസൾട്ട് എന്തുവെന്നുള്ള രീതിയിൽ. അങ്ങനെ സായി ഉണ്ടെങ്കിൽ അത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഇത് ടെസ്റ്റ് റിസൾട്ട് വന്നത് പോസിറ്റീവാന്നുള്ള രീതിയിൽ അവനുണ്ടെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്കിനി അവൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുണ്ടെങ്കിൽ തൊപ്പി ഉണ്ടെങ്കിൽ ഇറക്കി വീഡിയോയിലും അതുപോലെ തന്നെ ഫോട്ടോയിലും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, അത് തെളിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്തുണ്ടെങ്കിൽ ഷമീർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് അങ്ങനത്തെ ഉള്ളതൊന്നും അല്ല, അവനാണ് ഉപയോഗിക്കുന്നത്, ബാംഗ്ലൂരിൽ പോയി അവൻ ഭയങ്കര ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ളൊരു സംസാരമായിരുന്നു. സോ എന്തായിരുന്നാലും സായി ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും തെളിവുകളും അതോടെ തന്നെ ഈ ലാബിൻ്റെ അവിടെ ആൾക്കാരെ വിളിച്ച് സംസാരിക്കുക അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ പിന്നുണ്ട് ഈ ഷമീറിന് പണി കിട്ടിയെന്ന് പറയാം. വേറൊരു കാര്യം സംസാരിക്കാനും ഒന്നും പറ്റിയില്ല. ഇത് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ റിസൾട്ട് പോലും ഇല്ലായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഷമീർ കാണിച്ചിട്ടുണ്ടായിരുന്നു, സെറക്സ് കോപ്പി ആയിരുന്നു. അതുകൊണ്ടെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ, അതിനൊന്നും വലിയ പാടൊന്നുമില്ല. ഇത് കാരണം ഉണ്ടെങ്കിൽ ഷമീറും അതോടെ തന്നെ സായും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല, അവനുണ്ടെങ്കിൽ കള്ളമാണ് പറയുന്നത് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഷമീർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനാൻഷയുടെയും അതോടെ തന്നെ ഉണ്ടെങ്കിൽ എൻ്റെ കാസ്കറ്റിൻ്റെ ഇഷ്യൂ ആണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതും കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞാൽ അനാൻഷയുടെയും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടർ ട്രേക്കൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കണക്ക് അനാൻഷയാണ് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആൻ്റണി പെപ്പയുടെ നിന്ന് പൈസ വാങ്ങിച്ചെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇത് സത്യമാണോ ഇല്ലയെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഉണ്ടെങ്കിൽ അനാൻഷ വന്നിട്ടുണ്ടെങ്കിൽ അത് സത്യമെന്നുള്ള രീതിയിൽ ഞാനുണ്ടെങ്കിൽ മീഡിയേറ്ററായിട്ട് മാത്രമേ നിന്നോളൂ, ഈ കാര്യങ്ങൾ അവിടുത്തെ സംസാരിക്കാനും എൻ്റെ കാസ്കറ്റിൻ്റെയായ അവൻ്റെ അടുത്ത് സംസാരിക്കാനും ഉണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ ഇടയ്ക്ക് നിന്നെന്ന് മാത്രമേ ഉള്ളൂ, അതല്ലാതെ ഞാനുണ്ടെങ്കിൽ ഇതിൽ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും പങ്കുണ്ടോ ഒന്നും ഇല്ല. കാരണം ഒന്ന് ഞാൻ ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പടത്തിൽ അഭിനയിക്കാൻ വന്നൊരു പെൺകുട്ടിയെ മോശമായിട്ടുണ്ടെങ്കിൽ അതിൽ നായകനുണ്ടെങ്കിൽ പെരുമാറി എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. സോ അതിനെ തുടർന്ന് സംസാരവും കാര്യങ്ങളും ആയപ്പോഴത്തേക്ക് അതിൻ്റെ നടുക്ക് ഇന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്തെന്നുള്ള രീതിയിലായിരുന്നു അനാൻഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇത് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും അതിൻ്റെ ഇടയിൽ സായി അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചതായിട്ട് കണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അതേ കണക്ക് തന്നെയാണ് എൻ്റെ കാസ്കറ്റിൻ്റെ കാര്യം. അവനുണ്ടെങ്കിൽ ഇത് കണക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ലൈവിൽ വന്നപ്പോഴത്തേക്ക് അവന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ.
എന്തായിരുന്നാലും ആ ലൈവ് ഉണ്ടെങ്കിൽ വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അവന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാസ്കറ്റ് അവനുണ്ടെങ്കിൽ വന്നിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ആയിരുന്നു. നാട്ടിൽ അല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ളവരെ എടുത്തിട്ട് ഇവരിതാണ്, ഈ റാക്കറ്റാണ്, അങ്ങനെയാണ്, ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതേ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ ഉടായ്പാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ ഇവ അവിടുത്തെ ജയിലിലായി എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. സോ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഷമീർ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ അനാൻ ഷായുടെയും അതോടെ തന്നെ ഈ എൻ്റെ കാസ്കറ്റിൻ്റെയൊക്കെ ഇഷ്യൂ വന്ന സമയത്തുണ്ടെങ്കിൽ സായി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്തോ, അവനൊക്കെ ഉണ്ടെങ്കിൽ വ്യൂസും അതോടെ തന്നെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ആൾ സപ്പോർട്ടും ഉള്ളവരെ നോക്കി മാത്രമേ ഇതേ കണക്കത്തുള്ള എതിർക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. അതല്ലാതെ ബാക്കിയുള്ളവരുടെയൊക്കെ വിഷയം വന്ന് അവന് വേണ്ടപ്പെട്ടവരുടെയൊക്കെ കാര്യം വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അതിലൊന്നും ഇടപെടാതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മാറി നിൽക്കുകയും അതോടെ തന്നെ അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യത്തില്ല. പാവങ്ങളായിട്ടുള്ള സാധാരണക്കാർ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിനകത്ത് ചാടിക്കയറി സംസാരം കാര്യങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വന്നെന്നുള്ള രീതിയിലായിരുന്നു ഷമീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് സായി എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കാസ്കറ്റിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അനാൻ ഷായെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു. സോ ഇതിൻ്റെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ സംസാരവും കാര്യങ്ങളുമായി. എന്തായിരുന്നാലും അവനുണ്ടെങ്കിൽ എൻ്റെ കാസ്കറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തതിനെ കുറിച്ചൊന്നും കണ്ടില്ല. ബാക്കിയുള്ളതിനെ ഇത് പറയുന്നത് കേട്ടിട്ടായിരിക്കും ഇത് നമുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇതിനെക്കുറിച്ചാണ് സായി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എതിർക്കുകയോ അല്ലെങ്കിൽ സായി ഇപ്പോൾ കണ്ടില്ലേ അവനുണ്ടെങ്കിൽ ഒരു സൈഡാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഷമീർ ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വെളുപ്പിക്കണോ അല്ലെങ്കിൽ ഇത് നമുക്ക് ഇനിയുണ്ടെങ്കിൽ ആൾക്കാരെ എന്തെങ്കിലും പറയണമെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടതാണ്. കാരണം അവൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇനി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവനെതിരെ തെളിവുകളും കാര്യങ്ങളും വന്ന സമയത്ത് വേറെ എന്തെങ്കിലും പറയാനും പറ്റത്തില്ല. ഇപ്പോൾ തൊപ്പിയുടെ ഇഷ്യൂ ആണെങ്കിൽ തൊപ്പി പിന്നെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കുന്നതായിട്ടോ ഒന്നും ഒരു ഡീറ്റെയിൽസും ഇല്ല. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞത് സായി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെയായിരുന്നു ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ സായി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ നിന്നെ എക്സ്പോസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നീ കള്ളം പറഞ്ഞുകൊണ്ടെന്നായിരുന്നു സായി പറയുന്നത്. അത് സത്യം തന്നെയാണ്. ഇപ്പോൾ അവനുണ്ടെങ്കിൽ ഇതാണ് ഭയങ്കരമായിട്ട് വന്ന് വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ ഡ്രഗ്സോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, നീ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിച്ച് കഴിഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് വീരവാദം അടിച്ചിട്ട് അവൻ തന്നെയാണ് പോയി ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് വെളിയിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അവൻ കള്ളമാണ് കാണിച്ചത്, അതുകൊണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്തതാണ് സായി. സോ ആ സായി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നീ കള്ളം പറഞ്ഞതുകൊണ്ടെങ്കിൽ ഞാൻ എക്സ്പോസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇപ്പം നീ ഇതിനകത്തുള്ള കള്ളോ കാര്യങ്ങളൊന്നും പറയാതെ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ ഇതിലൊന്നും ഇടപെടത്തില്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ സായി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ കാസ്കറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഇതാണ് സായി വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടെങ്കിൽ നീ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാമെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ സായി ഷമീറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ ഷമീർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുണ്ടെങ്കിൽ ഈ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല, ഇതെല്ലാം ഉണ്ടെങ്കിൽ ആ സമയത്ത് തോന്നിയൊരു കാര്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തായിരുന്നാലും ഈ കാര്യം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തീർക്കാമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള ഒന്നുമില്ല. സാധാ രീതിയിൽ അവൻ പിന്നെ വീഡിയോ ഇട്ട് അതിന് മറുപടി എന്നുള്ള രീതിയിൽ സായി വന്നൊരു വീഡിയോ ഇട്ട് അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ സംസാരിച്ച് തീർന്നു എന്നുള്ള രീതിയിലുള്ള വിവരമാണ് ഷമീർ പറയുന്നത്. എന്തായിരുന്നാലും ഇത് സത്യമാണോ അല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല. അവൻ വന്നിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് സത്യമാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പുതിയൊരു ട്രാക്ക് വിടുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവനെതിരെ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാരുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ മാക്സിമം ഉണ്ടെങ്കിൽ ആൾക്കാരുമായിട്ട് പ്രശ്നം പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇതേ കണക്കൊക്കെ ഇനിയൊരു പ്രശ്നം വേണ്ട, അറിയാതെ പറഞ്ഞു പോയതാണെന്നുള്ള മിസ്റ്റേക്ക് മനസ്സിലാക്കി ചിലപ്പോൾ എന്തായിരുന്നാലും സംസാരിച്ച് വരുന്നതാണ്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഷമീറിൻ്റെ കാര്യം അതുപോലെ തന്നെ തൊപ്പിയുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളായിരുന്നു എപ്പോൾ നോക്കിയാലും ന്യൂസ് ചാനലിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കും, പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തുള്ള ഒരു സംഭവം പിന്നെ അങ്ങോട്ട് നടക്കുന്നില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആരംഭത്തിൽ നടക്കുന്ന ഒരു ശൂരത്വം പോലെയുള്ളൂ, അതല്ലാതെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതേ സൈഡിലാണെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അനാൻ ഷായുടെ ഇഷ്യൂ അതിനെക്കുറിച്ചുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഒരുപാട് പേര് രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായിരുന്നാലും അതിന് മറുപടി എന്നുള്ള രീതിയിൽ അനാൻ ഷാ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് അതിൽ നിന്ന് പൈസയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, ഞാനുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ എല്ലാം തീർത്തു കൊടുത്തത് ഞാൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ, അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നുള്ള രീതിയിലൊന്നും വിചാരിക്കരുതെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാസ്കറ്റിൻ്റെ കാര്യം അവനുണ്ടെങ്കിൽ ഇത് കണക്ക് ഒരുപാട് പേരെ എക്സ്പോസ് ചെയ്ത് അവസാനം
സ്വന്തമായിട്ട് വന്നിരുന്ന് ലൈവിൽ വന്നിരുന്ന അവസാനം തന്നെ എക്സ്പോസ് ആയിപ്പോയി. അതും തന്നെയാണ് പറയുന്നത്, എന്തോ ചെയ്യണമെന്നല്ല. ഇപ്പോൾ അവിടുത്തെ ജയിലിലാണെന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഷമീറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഷമീർ ഉണ്ടെങ്കിൽ വന്നിട്ട് തന്നെ കുറ്റം പറഞ്ഞവർക്കെതിരെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് സായി വന്നിട്ട് തനിക്ക് ഉണ്ടായ അഭിപ്രായത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നാലും ബാക്കിയുള്ളതായിരുന്നാലും ശരി, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കിട്ടിയാൽ അതിനെതിരെ ഭയങ്കരമായിട്ട് പറയുന്നതായിരിക്കും. ഞാനിങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെ എങ്ങനെയാണെന്നുള്ള വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇവർ തന്നെ ആയിരിക്കും പിന്നെ വന്നിട്ട് ഏതെങ്കിലും ഒരു കേസിൽ അകപ്പെടുന്നത്. ആ സമയത്ത് ഏതെങ്കിലും മേലുകൾ ന്യായമായിട്ടും പിന്നെ വരുന്നതായിരിക്കും.